പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകളിലെ നിയമനത്തിനായി 2 ഘട്ട പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ആദ്യഘട്ട പരീക്ഷ അഥവാ പ്രാഥമിക പരീക്ഷയിൽ ചോദിക്കുവാൻ ഏറ്റവും കൂടിയ സാധ്യതയുള്ള ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും അനുബന്ധ വസ്തുതകളെയും പറ്റിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അഥവാ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചത് 1888 സെപ്റ്റംബർ 5 ആന്ധ്രാപ്രദേശിലെ തിരുത്തണി ഗ്രാമത്തിൽ ആണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അഥവാ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചത് 1888 സെപ്റ്റംബർ 5 ആന്ധ്രാപ്രദേശിലെ തിരുത്തണി ഗ്രാമത്തിൽ ആണ്. 1961 മുതൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നു. 1961 മുതൽ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നു. 1952 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് എസ് രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ പിതാവ് എന്ന് എസ് രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് എസ് രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ പിതാവ് എന്ന് എസ് രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവുമാണ്. 1952 രാജ്യസഭ നിലവിൽ വന്നത്. 1952 രാജ്യസഭ അധ്യക്ഷനായി എസ് രാധാകൃഷ്ണൻ നിയമിക്കപ്പെടുന്നത്. 1952 ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായ എസ് രാധാകൃഷ്ണൻ 1962 വരെ ഏതാണ്ട് 10 വർഷക്കാലം ആ പദവിയിൽ തുടർന്നു. 1952 ഉപരാഷ്ട്രപതിയായ എസ് രാധാകൃഷ്ണൻ 1962 വരെ ആ പദവിയിൽ തുടർന്നു. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ശേഷം 1962 അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയുമായി. 1962 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ശേഷം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ 1ാമത്തെ ഉപരാഷ്ട്രപതിയും ഇന്ത്യയിലെ 2ാമത്തെ രാഷ്ട്രപതിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചപ്പോൾ ആ വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാനും എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കുന്നതിനാവശ്യമായ ശുപാർശകൾ നൽകിയ വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. UGC രൂപീകരിക്കുന്നതിനാവശ്യമായ ശുപാർശകൾ നൽകിയ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷനും എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനായി ഡോക്ടർ എസ് രാധാകൃഷ്ണനെ നിയമിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. മെക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. മെക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. 1953 UGC ഉദ്ഘാടനം ചെയ്തതും മൗലാന അബുൽ കലാം ആസാദാണ്. 1953 മൗലാന അബുൽ കലാം ആസാദ് UGC ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ 1956 UGC ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. 1956 UGC നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതും UGC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമപരമായി അംഗീകാരമുള്ള ഒരു സ്ഥാപനമായി നിലവിൽ വന്നതും 1956 അപ്പോൾ UGC എന്നാണ് നിലവിൽ വന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം 1956 ആണ്. UGC നിലവിൽ വന്ന വർഷം 1956 ആണ്. ഇന്ത്യയുടെ തത്വജ്ഞാനിയായ പ്രസിഡന്റ് അഥവാ ദി ഫിലോസഫർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തത്വജ്ഞാനിയായ ഇന്ത്യൻ പ്രസിഡന്റ് അഥവാ ദ ഫിലോസഫർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1954 ഡോക്ടർ എസ് രാധാകൃഷ്ണനെ രാഷ്ട്രം ഭാരതരത്ന നൽകി ആദരിക്കുകയുണ്ടായി. 1954 ഡോക്ടർ എസ് രാധാകൃഷ്ണനെ രാഷ്ട്രം ഭാരതരത്ന നൽകി ആദരിച്ചു. 1954 3 പേർക്ക് ഭാരതരത്ന ലഭിച്ചു.
1954 3 പേർക്കാണ് ഭാരതരത്ന ലഭിച്ചത്. സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ സി വി രാമൻ എന്നിവരാണ് 1954 ഭാരതരത്ന ലഭിച്ച 3 പേർ. എന്നാൽ ഭാരതരത്ന ആദ്യം ലഭിച്ചത് സി രാജഗോപാലാചാരിക്കാണ്. ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായി ഭാരതരത്ന ബഹുമതി സമ്മാനിച്ചത് സി രാജഗോപാലാചാരിക്കാണ്. ഭരണഘടനാ പദവിയിലിരിക്കെ ആദ്യം ഭാരതരത്ന ലഭിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനുമാണ്. ഭരണഘടനാ പദവിയിലിരിക്കെ ആദ്യമായി ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഭാരതരത്ന ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായിരുന്നു. ഭാരതരത്ന ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റാണ് എസ് രാധാകൃഷ്ണൻ. 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്നാണ് എസ് രാധാകൃഷ്ണൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 352. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തിനെ ആർട്ടിക്കിൾ 356 പ്രകാരം പിരിച്ചുവിട്ടത് കേരളത്തിലാണ്. 1959 ഒന്നാം EMS സർക്കാരിനെ ഇന്ത്യൻ രാഷ്ട്രപതി പിരിച്ചുവിട്ടത് ആർട്ടിക്കിൾ 356 പ്രകാരമാണ്. അതായത് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 356. കൂടാതെ ആർട്ടിക്കിൾ 360 പ്രകാരം ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. എന്നാൽ ആർട്ടിക്കിൾ 360 പ്രകാരം ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ,